ബിഗ് ബോസിന് ശേഷമാണ് ദുബായ്, ബഹ്റൈൻ, UK എന്നിവിടങ്ങളിൽ നിന്ന് രേണുസുധിക്ക് പ്രമോഷനുള്ള അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. ബിഗ് ബോസ് മൂലം ബഹ്റൈൻ എയർപോർട്ട് ഇമിഗ്രേഷനിൽ നിന്ന് താൻ എങ്ങനെയാണ് പ്രശ്നങ്ങളിൽ പെടാതെ രക്ഷപ്പെട്ടതെന്ന് പറയുകയാണ് ഇപ്പോൾ മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ രേണുസുധി. ഞാൻ ഇന്ന് ഇങ്ങനൊരു നിലയിലെത്തിയതിന് കാരണം സുധിച്ചേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ്. ബിഗ് ബോസിൽ പോയപ്പോൾ ഏറ്റവും കുറവ് പേയ്മെൻറ്റ് എനിക്കായിരുന്നു എന്നാണ് തോന്നുന്നത്. 10,000 ആയിരുന്നില്ല, അതിലും കുറവായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് വിളിച്ച് പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പോലും എത്ര രൂപ വിലപേശണം എന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു പ്രോഗ്രാമിന് എത്ര രൂപയാണ് പ്രതിഫലം എന്നതുപോലും ചോദിച്ചു വാങ്ങാൻ എനിക്കറിയില്ലായിരുന്നു. മാനേജറും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വന്തമായി തുക നിശ്ചയിച്ച് പറയുകയായിരുന്നു ചെയ്തത്. ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കണമെന്നില്ലായിരുന്നു. എൻ്റെ മക്കൾക്കും വീട്ടുകാർക്കും അന്ന് കഴിയാനുള്ള ആഹാരത്തിനുള്ള വക കിട്ടണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ്. പിന്നെ മാനേജർ വന്ന ശേഷം അവർ എനിക്ക് അർഹതപ്പെട്ട പേയ്മെൻറ്റ് വാങ്ങിത്തരുന്നുണ്ട്. മുമ്പ് പറയാൻ അറിയില്ലായിരുന്നു. ഞാൻ കണ്ടുപഠിച്ചത് സുധിച്ചേട്ടനെയാണ്. പേയ്മെൻറ്റ് കൃത്യമായി വാങ്ങാത്തയാളാണ് സുധിച്ചേട്ടൻ. പിന്നെ തരാമെന്ന് മറുപടിയെങ്കിൽ മിണ്ടാതെ സുധിച്ചേട്ടൻ വരും. അതുകൊണ്ട് ബിഗ് ബോസിലും പേയ്മെൻറ്റ് ചോദിച്ചു വാങ്ങാൻ എനിക്കറിയില്ലായിരുന്നു. ബിഗ് ബോസ് വലിയൊരു പ്ലാറ്റ്ഫോമല്ലേ, അതിൻ്റെ പൊടി പോലും കാണുമെന്ന് കരുതിയതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ ഒരു സംഭവം നടന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എമിഗ്രേഷനിലെ ഉദ്യോഗസ്ഥരുമായി ഞാൻ നല്ല കൂട്ടാണ്. എന്നെ അവർക്കറിയാം. ദുബായിലേക്ക് വിട്ടത് ഞങ്ങളാണെന്നൊക്കെ പറയും. ബഹ്റൈനിൽ ചെല്ലുമ്പോൾ എമിഗ്രേഷനിൽ അറബികളാണ്. അവരോട് എന്ത് പറയണമെന്നറിയില്ല. കാരണം നമ്മളിത് ആർട്ടിസ്റ്റ് വിസ കൂടിയല്ലേ. നിരവധി ചോദ്യങ്ങളുണ്ടാകും. വിച്ച് സെലിബ്രിറ്റി എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ ഞാൻ ആകെ ഭയമായി. അവസാനം ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു വിട്ടു. എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഇൻ്റർനാഷണൽ ഷോയാണ് ബിഗ് ബോസ്, രേണു പറഞ്ഞു. രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾക്കുള്ള മറുപടിയും താരം നൽകി. കല്യാണം ആണോ എന്ന് ചോദിച്ചാൽ കല്യാണമാണോ, നിക്കാഹാണോ, മിന്നുകെട്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ കല്യാണം ആയിട്ടില്ല. ഞാൻ ഏതോ ഒരാളുമായി റിലേഷനിലാണെന്നത് ആളുകൾ പറയുന്നതല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അങ്ങനൊരു അദൃശ്യ കാമുകനുണ്ടെങ്കിൽ അയാൾ അദൃശ്യനായിരിക്കട്ടെ. റിവീൽ ചെയ്യണമെങ്കിൽ 2 വർഷം സമയം വേണം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതിക്കാണ് ഇരിക്കുന്നത്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉള്ളതുപോലെ. എനിക്ക് അധികം സുഹൃത്തുക്കളൊന്നുമില്ല. എൻ്റെ ചേച്ചിക്കും മാനേജർ കരിഷ്മയ്ക്കുമാണ് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. മതിലിൻ്റെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് ജീവിതം. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. എല്ലാം പഠിച്ചു കൊണ്ടിരിക്കുകയാണെന്നും രേണുസുധി പറഞ്ഞു.